ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ, അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 26-ഉം 27-ഉം തിരുവചനങ്ങൾ. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലിയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. മംഗളവാർത്തയുമായി മാലാഖ മറിയത്തിന്റെ അടുത്തേക്ക് എത്തുകയാണ്. ദൈവത്തിന്റെ വലിയ പദ്ധതി, മറിയത്തെക്കുറിച്ചുള്ള പദ്ധതി, സർവ മനുഷ്യർക്കും വേണ്ടിയുള്ള പദ്ധതി. മാതാവിന്റെ തിരഞ്ഞെടുപ്പ് അങ്ങനെയായിരുന്നു. ഇന്ന് പരിശുദ്ധ മാതാവിന്റെ ജനന തിരുനാളിന്റെ 8 നോമ്പ് ആരംഭിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെ നാം ധ്യാനിക്കുകയാണ്. അമ്മയുടെ തെരഞ്ഞെടുപ്പും അമ്മയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെടുന്ന മാലാഖയും മംഗളവാർത്തയുമൊക്കെ ഇന്നത്തെ ദൂതിലൂടെ നാം ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഒരു മാലാഖയുടെ സാന്നിധ്യം അനുഭവിക്കാൻ നമുക്കും സാധിക്കട്ടെ. ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥയിലൂടെയും കടന്നു പോകുമ്പോൾ ദൈവത്താൽ അയക്കപ്പെടുന്ന ഒരു മാലാഖയുടെ സാന്നിധ്യം, അതോടൊപ്പം പലരിലേക്കും ദൈവത്താൽ ഒരു മാലാഖയെ പോലെ എത്തിപ്പെടാൻ നമുക്കും സാധിക്കട്ടെ. ഒരുപാട് സഹിക്കുന്നവർ ഉണ്ടാകാം, കരയുന്നവർ ഉണ്ടാകാം, തകർന്നവർ ഉണ്ടാകാം. അതൊരു പക്ഷേ വേണ്ടപ്പെട്ടവർ ആയിരിക്കാം, അല്ലായിരിക്കാം. അവരുടെയൊക്കെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെടുന്ന ഒരു മാലാഖയായി, ഒരു മംഗളവാർത്തയായി എത്താൻ നമുക്കും സാധിക്കട്ടെ. എല്ലാവർക്കും 8 നോമ്പ് തിരുനാളിൻ്റെ പ്രാർത്ഥനകൾ നിറഞ്ഞ ആശംസകൾ. നമ്മുടെ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.